എക്സിറ്റ് പോളുകൾ ഫലിക്കുമോ അതോ ജനവിധി മറിച്ചാകുമോ എന്നാണ് മഹാരാഷ്ട്രയും ജാർഖണ്ഡും നോക്കുന്നത്. ഭൂരിപക്ഷം സർവേകളും മുൻതൂക്കം നൽകിയിട്ടുള്ളത് NDA സഖ്യത്തിനാണ്. എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ അനുസരിച്ച് മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും NDAയ്ക്കാണ് മേൽക്കൈ. മഹാരാഷ്ട്രയിൽ BJP, ശിവസേന, ഷിൻഡെ വിഭാഗം നയിക്കുന്ന മഹായുതി സഖ്യത്തിന് മേൽക്കൈ പ്രവചിച്ചത് 4 എക്സിറ്റ് പോളുകൾ. ലോക്ഷഹി മറാത്തി, രുദ്ര, മാട്രിസ്, റിപ്പബ്ലിക് TV, PMark, പീപ്പിൾസ് പൾസ് എന്നിവയാണ് NDAയ്ക്ക് മുൻതൂക്കം പ്രവചിച്ച എക്സിറ്റ് പോളുകൾ. ചാണക്യ സ്ട്രാറ്റജീസ്, ദൈനിക് ഭാസ്കർ, ഇലക്ട്രിക് എഡ്ജ് എന്നിവ മഹാവികാസ് അഘാഡിക്കാണ് മുൻതൂക്കം പ്രവചിക്കുന്നത്. 288 സീറ്റുള്ള മഹാരാഷ്ട്രയിൽ കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് 145 സീറ്റുകളാണ്. മഹാരാഷ്ട്രയിൽ മഹായുതിക്ക് പരമാവധി 185 സീറ്റുകൾ വരെ പ്രവചിക്കുമ്പോൾ മഹാവികാസ് അഘാഡിക്ക് പരമാവധി 150 സീറ്റുകൾ വരെ പറയുന്നുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എക്സിറ്റ് പോൾ ഫലത്തിന് വിപരീതമാണ് വോട്ടെണ്ണലിലുണ്ടായത്. ജാർഖണ്ഡിൽ ചില സർവേ ഫലങ്ങൾ ഇരു മുന്നണികൾക്കും കേവല ഭൂരിപക്ഷം പറയുന്നുണ്ടെങ്കിലും പ്രവചനങ്ങൾ ആകെ എടുത്താൽ 39-38 എന്ന നിലയിലാണ്. 3 എക്സിറ്റ് പോളുകൾ NDAയ്ക്കും ഇന്ത്യ സഖ്യത്തിനും കേവല ഭൂരിപക്ഷമുണ്ടെന്ന് പറയുന്നുണ്ട്. ആക്സിസ് മൈ ഇന്ത്യ, ഇലക്ട്രൽ എഡ്ജ് എന്നിവയാണ് ജാർഖണ്ഡിൽ ഇന്ത്യ സഖ്യത്തിന് ഭൂരിപക്ഷം പ്രവചിക്കുന്നത്. എക്സിറ്റ് പോൾ എക്സാക്ട് പോൾ അല്ലെന്നാണ് കോൺഗ്രസിന്റെ നിലപാട്. Mahavikas Aghadi is very confident in forming a government in Maharashtra. Really speaking, the people are totally against the present-day government at the center and the state. Exit polls are not reflecting the reality in the grassroots level. Last parliament election, nobody projected or nobody said that the Mahavikas Aghadi is going to get 31 out of 48 seats. So people's sentiments are with us. And the farmer distress, unemployment, rocketing price rise are the main issues which we focused. So we are touching the real issues of the people. On the other side, BJP was always resorting to divide the people on communal lines. But I feel that the people of Maharashtra will vote for Mahavikas Aghadi and form a government. In the Haryana also they predicted for us. What happened? Lok Sabha election also they predicted for BJP with clear majority. What happened? So these exit polls are not telling us the reality because they are only having a superficial survey and it will not reflect the real sentiments of the people in the grassroots. പ്രവചനങ്ങൾക്കും അപ്പുറമുള്ള വിജയമായിരിക്കുമെന്ന് BJPയും പ്രതികരിച്ചു. झारखंड में हमसे बड़ा सर्वेयर कौन हो सकता है? 3 महीने से लगातार झारखंड में है. जनता की आंखों में परिवर्तन की ललक देखी है. मैं पूर्ण विश्वास के साथ कह रहा हूं, झारखंड की तस्वीर और तकदीर बदलने के लिए जनता ने भारतीय जनता पार्टी NDA को वोट किया है और शानदार बहुमत प्राप्त करके हम सरकार बनाने जा रहे हैं. ഇന്ത്യ സഖ്യത്തിനും NDAയ്ക്കും ഈ 2 ഫലങ്ങളും നിർണായകവുമാണ്. ന്യൂസ് ഡെസ്ക് NTV.